Good afternoon. Good afternoon, Miss. Good afternoon, Miss. Okay, good afternoon. Good afternoon, Miss. Okay, Mrs. V. Anita. Okay, Arya sir, good afternoon. Amrita. Good afternoon, Miss. Okay, Sri Anjali, Amrita. Okay. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? ഊണൊക്കെ കഴിഞ്ഞോ? ഓക്കെ. ഓക്കെ, മഹേഷ്, രമാദേവി, അഖിൽ, ഹസീന, ആര്യ, ജെനി, അനഘ, നിവേദിത. ഓക്കെ, കഴിച്ചില്ല. ഓക്കെ, കഴിക്കാൻ സമയാവുന്നുള്ളൂ, അതുകൊണ്ടാണോ? ഫുഡ് കഴിക്കാൻ സമയാവുന്നുള്ളൂ. ഓക്കെ, റിനിഷ, ഗുഡ് ആഫ്റ്റർനൂൺ. ഷമീമ. ഓക്കെ, ആരാണ്? ഷഹീൻ അല്ലേ? ഷഹീനാസ് സഫാൻ. ഓക്കെ, വിദ്യ ശ്രീജേഷ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഹസ്ബൻഡ് വന്നിട്ട് വേണം കഴിക്കാൻ അല്ലേ? ഓക്കെ. ഓക്കെ, അനു, സിൻസി, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സാന്ദ്ര, ഗുഡ് ആഫ്റ്റർനൂൺ. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത ചാപ്റ്റർ വായിച്ചൊക്കെ നോക്കിയോ എല്ലാവരും? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അനു ആരാണ്? വായിച്ചു നോക്കി. ക്ലിയർ ആയോ അത്രയും ഭാഗങ്ങള്? ഓക്കെ, റിനു, ഗുഡ് ആഫ്റ്റർനൂൺ. റിനുവിന്റെ വീട് എവിടെയാണ്? റിനു ജോസ് വീട് എവിടെയാ? അടിമാലി. ഓക്കെ ഓക്കെ. ആ, വിദ്യ എന്താണ്? ഫസ്റ്റ് ക്ലാസ് ആണ് മിസ്. ഓക്കെ ഓക്കെ, ശരി. ശരി, അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മള് 4th ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് കംപ്ലീറ്റ് ചെയ്തിരുന്നു കേട്ടോ. എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. വായിച്ചു നോക്കിയപ്പോ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? മോക്ക് ടെസ്റ്റുകളൊക്കെ കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകണം കേട്ടോ. ശരി, ഇന്ന് നമ്മള് പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങാൻ പോവാണ്. ചാപ്റ്റർ നമ്പർ 5 ആണ് കേട്ടോ. 5ാമത്തെ ചാപ്റ്റർ ആണ്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽസ് കേട്ടോ. ഓക്കെ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽസ്, അതാണ് ഇനി നമ്മള് തുടങ്ങാൻ പോകുന്ന നെക്സ്റ്റ് ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ. ചെറിയൊരു ഐഡിയ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതായത് ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. സ്കിപ്പ് ചെയ്യരുത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ്, കാരണം വലിയതായതുകൊണ്ട് കേട്ടോ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതോട് കൂടിയിട്ട് നമുക്കൊരു ഹോസ്പിറ്റലിനെ പറ്റി ഓവറോൾ ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ്, ഓരോ ഡിപ്പാർട്ട്മെന്റുകളും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളും സേവനങ്ങളും ഒക്കെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും പ്രൊവൈഡ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് വളരെ ഡീപ്പായിട്ടൊന്നും അല്ല നമ്മൾ പഠിക്കുന്നത് കേട്ടോ. വളരെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ മാത്രമേ നമ്മൾ പഠിക്കുന്നു. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ കേട്ടോ. എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, വലുതുമാണ് വിഷയം. പിന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഒരു 24 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളും പിന്നെ ഒരു 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമ്മൾ പ്രത്യേകം എടുത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനെ പറ്റി പറയാനുള്ളത്. ഈ ചാപ്റ്ററിൽ നമുക്കറിയാം, കുറെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, ഓരോ ഡിപ്പാർട്ട്മെന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത്. പിന്നെ ഓരോ ചില ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ വരുന്ന ഓർഗൻ സിസ്റ്റംസുകളൊക്കെ നമ്മൾ പഠിക്കും. ഓർഗൻ സിസ്റ്റംസുകൾ അതായിരിക്കും കുറച്ച് നമുക്ക് ഒരു പരിചയക്കുറവ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അറിയുന്നതാണ് കേട്ടോ. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നോക്കുക, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. ആദ്യം ഒരു ഇൻഡെക്സ് പോലെ ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് കാണാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ചാപ്റ്ററിനകത്ത് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇതൊരു ഇൻഡെക്സ് പോലെ വെറുതെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു ഇൻഡെക്സ് പോലെ അവിടെ ഫസ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട്.
നമുക്ക് അതിൽ നിന്ന് വായിച്ചെന്ന് തുടങ്ങാം കേട്ടോ. അപ്പോ പ്രധാനമായിട്ടും നമ്മൾ ഹോസ്പിറ്റലിനെ ഡിപ്പാർട്ട്മെന്റ്സ് പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളെ മൂന്നായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. എത്രയായിട്ടാണ്? മൂന്നായിട്ട് ഡിവൈഡ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഒന്നാമത്തെ എന്താണ്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു പിക്ചർ കൊണ്ടുവരിക. അതായത് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതൊരു ഹെഡിങ് കൊടുത്താൽ അതിന്റെ അതിൽ നിന്നും 3 ഏരോസ് അങ്ങനെ പോവുകയാണ്. ഓക്കെ, ഒരു ഫ്ലോ ചാർട്ട് പോലെ ചിന്തിച്ചാൽ മതി മൈൻഡിൽ കേട്ടോ. അത് ഒരു 3 ഏരോസ് അതിൽ നിന്ന് പോവാണ്. അതിൽ ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. രണ്ടാമത് നമ്മൾ പറയുന്നത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. മൂന്നാമത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഈ ലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് എന്താണ്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോ ഒന്നാമത്തെ എന്താണ്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. സോറി കേട്ടോ, എനിക്കൊരു കോള് വന്നത് കൊണ്ടാണ്. അമ്മയുടെ കോള് വന്നതാണ്. അപ്പൊ അമ്മ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴാണ് വിളിക്കുന്നത്. പിന്നെ കോൾ എടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ കേട്ടാ. ഓക്കെ. എന്റെ അച്ഛമ്മയ്ക്ക് ഇങ്ങനെ സുഖമില്ലാണ്ട് അമൃത ഹോസ്പിറ്റലിലാണ്. അപ്പൊ അമ്മ അവിടെ പോയി. അപ്പൊ അത് കാരണം കൊണ്ട് അവിടെ നിന്ന് കോള് വന്നതാണ്. ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് എടുക്കാതിരിക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോ എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്? അതെ, രണ്ടാമത്തെയാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. മൂന്നാമത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. പ്രധാനമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ ചിഞ്ചു, ഗുഡ് ആഫ്റ്റർനൂൺ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. മൂന്നാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇനി ഇതൊക്കെ മെയിൻ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് നമ്മൾ തിരിച്ചതാണ് അല്ലെ. ഇനി ഇതിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും കീഴിലായിട്ട് ഇനിയും നമ്മൾ എന്ത് ചെയ്തിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ട് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് ഏതാ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്യാണ് കേട്ടോ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് വീണ്ടും നമ്മൾ രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്യാണ്. ഏതൊക്കെയാണ്? ഒന്ന് OPD. OPD എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. OPD എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? അതായത് അഡ്മിറ്റ് ആവശ്യമില്ലാത്ത രോഗികൾ അല്ലെ. നമ്മളൊക്കെ സാധാരണ പരീക്ഷണമൊക്കെ വരുമ്പോൾ ഔട്ട് പേഷ്യൻസ് ആയിട്ട് നമ്മൾ പോകാറുണ്ട് അല്ലെ. അതെ, അതായത് അഡ്മിറ്റ് ആവശ്യമില്ലാത്ത രോഗികൾക്ക്, അതായത് പ്രത്യേകിച്ച് ഡോക്ടർ ജസ്റ്റ് പോവാം, കൺസൾട്ട് ചെയ്യാം, മരുന്ന് വാങ്ങിച്ച് മടങ്ങി പോകുന്ന രോഗികൾക്കുള്ള ഒരു വിഭാഗമാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അതെ, OPD. രണ്ടാമത്തതാണ് IPD. എന്താണ് IPD? ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇൻ പേഷ്യന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അഡ്മിറ്റ് ആവശ്യമായിട്ടുള്ള പേഷ്യൻസ് അല്ലെ, കിടത്തി ചികിത്സ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള അത്തരം രോഗികൾക്കുള്ള വിഭാഗമാണ് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത്തരം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ 24 അവർ കെയറിങ്ങും അക്കോമഡേഷനും ട്രീറ്റ്മെന്റും ഒബ്സർവേഷനും ഒക്കെ ആവശ്യമായിട്ടുള്ള രോഗികളെയാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ അഡ്മിറ്റ് ആവശ്യമായിട്ടുള്ള രോഗികൾക്കുള്ള വിഭാഗമാണ് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, രണ്ട് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ എന്താണ്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ എല്ലാവിധ
ഇന്ന് ക്ലാസ് ഉണ്ടാവില്ലല്ലോ. എന്താ കാര്യാവല്ലേ? Okay, good afternoon. Good afternoon. പെട്ടെന്ന് നെറ്റ് ഒന്ന് പോയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണേ. അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അപ്പൊ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ പ്രധാനമായിട്ടും 4 ആയിട്ടാണ് സബ് ഡിവൈഡ് ചെയ്തത് കേട്ടോ. എത്രയായിട്ടാണ്? 4 ആയിട്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ തെറാപ്യൂട്ടിക് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? തെറാപ്യൂട്ടിക്. സെക്കൻഡ് വൺ ജനറൽ. ഓക്കെ, ജനറൽ. തേർഡ് വൺ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ഫോർത്ത് വൺ ഇൻഫർമേറ്റീവ്. അങ്ങനെയാണ് നമ്മുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ 4 ആയിട്ടാണ് സബ് ഡിവൈഡ് ചെയ്തത് കേട്ടോ. സപ്പോർട്ടീവ് എന്ന് പറയുമ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുന്ന വിഭാഗങ്ങളാണ് അല്ലെ. അതിനെയാണ് നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. അതിനകത്ത് വരുന്നത് 4 എണ്ണമാണ്. തെറാപ്യൂട്ടിക്, അതുപോലെ തന്നെ ഇതാണ് ജനറൽ, പിന്നെ ഡയഗ്നോസ്റ്റിക്സ്, ഇൻഫർമേറ്റീവ്. അതിൽ നമുക്ക് ആദ്യത്തെ നോക്കാം. എന്താണ് തെറാപ്യൂട്ടിക് എന്ന് പറയുന്നത്? തെറാപ്യൂട്ടിക് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? തെറാപ്പി എന്ന് പറയുമ്പോൾ ഒരു ചികിത്സയാണ് അല്ലെ, രോഗശമന വിഭാഗമാണ് അല്ലെ. അതെ, രോഗശമന വിഭാഗമാണ്, രോഗശാന്തി വിഭാഗം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. നമ്മൾ സാധാരണ എങ്ങനെയൊക്കെയാണ് നമ്മുടെ രോഗം ട്രീറ്റ് ചെയ്യുന്നത്? ഏതൊക്കെ രീതിയിലാണ്? മരുന്നുകൾ കൊടുത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ട് അല്ലെ. ഫിസിയോതെറാപ്പിയിലൂടെ നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ട് അല്ലെ. പിന്നെ നമ്മുടെ ഭക്ഷണക്രമം കൃത്യമായിട്ട് ക്രമീകരിക്കുന്നത് വഴിയായിട്ടും നമുക്ക് നമ്മുടെ അസുഖത്തിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ശരിയല്ലേ? അതെ. അപ്പൊ എന്താണ് തെറാപ്യൂട്ടിക് എന്ന് പറയുമ്പോൾ രോഗശമന വിഭാഗമാണ്. അതിനകത്ത് വരുന്ന ആൾക്കാരൊക്കെയാണ്? ഒന്ന് ഫാർമസി, ശരിയല്ലേ? മരുന്ന് കൊടുത്ത് നമ്മൾ അസുഖം മാറ്റാറില്ലേ? അപ്പൊ അതിനകത്ത് വരുന്നത് ഇത് രോഗശമന വിഭാഗം അല്ലേ. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മൾ രോഗശമനം വരുത്തുന്നത്? മെഡിസിൻ കഴിച്ചിട്ട് അല്ലെ. അപ്പൊ എന്താ വരിക അതിനകത്ത്?
ഫാർമസി അല്ലെ. ഫാർമസി മരുന്നുകൾ കൊടുക്കുന്ന വിഭാഗമാണ്, നിങ്ങൾക്ക് അറിയാം. ദെൻ അടുത്തതാണ് ഫിസിയോതെറാപ്പി അല്ലെ. ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ എന്താണ്? വ്യായാമങ്ങളിലൂടെ മറ്റ് ശാരീരിക മാർഗങ്ങളിലൂടെ ഒക്കെ എന്താണ് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ചികിത്സിക്കുന്ന വിഭാഗമാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് അല്ലെ. പ്രധാനമായിട്ടും നമ്മളത് അവിടെ ഉപയോഗിക്കുന്നത് വ്യായാമങ്ങളാണ് അല്ലെ. വ്യായാമങ്ങൾ മാത്രമല്ല, മറ്റ് ചില ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയൊക്കെ ചികിത്സിക്കുന്ന വിഭാഗമാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? ഡയറ്ററ്റിക്സ് ആണ് അല്ലെ. ഡയറ്ററ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ, അവർക്ക് ആവശ്യമായ പോഷക ഗുണങ്ങളുള്ള ഭക്ഷണങ്ങളൊക്കെ ക്രമീകരിക്കുന്ന വിഭാഗമാണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം ഡയറ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ഹെൽത്തിൽ എന്നുള്ളത് നമുക്കറിയാം അല്ലെ. നമ്മൾ കൃത്യമായിട്ട് ഡയറ്റുകളൊക്കെ ഫോളോ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും ഹെൽത്തി ആണ് അല്ലെ. അതേസമയം നമ്മുടെ ഭക്ഷണക്രമത്തിൽ വരുന്ന തെറ്റായ രീതികളും ശൈലികളും ആണ് നമ്മുടെ അസുഖമുള്ളവരാക്കി മാറ്റാറുണ്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഭക്ഷണത്തിന് അത്രയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോ തെറാപ്യൂട്ടിക് വിഭാഗത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? ഒന്ന് ഫാർമസി, മരുന്നുകൾ കൊടുക്കുന്ന ഫാർമസി വിഭാഗം. പിന്നെ ഫിസിയോതെറാപ്പി അറിയാലോ, വ്യായാമങ്ങളിലൂടെയും മറ്റ് ഭൗതിക മാർഗങ്ങളിലൂടെയൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ചികിത്സിക്കുന്ന വിഭാഗമാണ് ഫിസിയോതെറാപ്പി. ദെൻ വരുന്നത് ഡയറ്ററ്റിക്സ് ആണ്. നമ്മുടെ രോഗികൾക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണക്രമം നിശ്ചയിക്കുന്ന വിഭാഗമാണ് ഡയറ്ററ്റിക്സ് എന്ന് പറയും. ഓക്കെ, ആ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? നമ്മൾ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ പഠിക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ, ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുന്നത് മാത്രം കേട്ടോ. ഓക്കെ, ദെൻ വരുന്നത് എന്താണ്? ജനറൽ ആണ് അല്ലെ. ജനറൽ എന്ന് പറയുമ്പോൾ എന്താണ്? പൊതുവായ സേവനങ്ങളാണ് അവിടെ കൊടുക്കുന്നത് അല്ലെ. പൊതുവായ സേവനങ്ങള് എന്തൊക്കെ വരുന്നുണ്ട് അതിനകത്ത് നോക്കിയേ. CSFT അല്ലെ. എന്താണ്? PFST. അപ്പൊ നമ്മൾ പഠിക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾ അതിന്റെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സെൻട്രൽ എഴുതിയെടുക്കാം കേട്ടോ. CSFT അറിയാവുന്നവർ എഴുതണ്ട, അറിയാത്തവർ മാത്രം എഴുതിയാൽ മതി. സെൻട്രൽ CENTRAL സെൻട്രൽ സ്റ്റീറൈൽ STERILE സ്റ്റീറൈൽ സപ്ലൈ SUPPLY സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, സെൻട്രൽ സ്റ്റീറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് കേട്ടോ. സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ അണുവിമുക്തമാക്കുക അല്ലെ. അതായത് നമ്മുടെ ആശുപത്രിയിലുള്ള ഉപകരണങ്ങളും മറ്റും അണുവിമുക്തമാക്കി സൂക്ഷിക്കുന്ന വിഭാഗമാണ് CSFT എന്ന് പറയുന്നത് അല്ലെ. സ്റ്റെറിലൈസ് ചെയ്യുന്ന വിഭാഗമാണ്. എന്ത് സാധനങ്ങളാണ്? നമ്മുടെ ആശുപത്രിയിലുള്ള ഉപകരണങ്ങൾ അല്ലെ. അത് നമ്മൾ അണുവിമുക്തമാക്കി സൂക്ഷിക്കുന്ന വിഭാഗമാണ് CSFT എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് വരുന്നത് എന്താണ്? ഹൗസ് കീപ്പിംഗ് ആണ് അല്ലെ. ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആശുപത്രിയുടെ പരിസരവും മറ്റുമൊക്കെ വൃത്തിയായി സൂക്ഷിക്കുന്ന വിഭാഗമാണ് അല്ലെ. അതാണ് എന്ത്? ഹൗസ് കീപ്പിംഗ് അല്ലെ. അതായത് നമ്മുടെ ആശുപത്രി കെട്ടിടങ്ങളായാലും ആശുപത്രി പരിസരങ്ങളായാലും അല്ലെ, അതെല്ലാം തന്നെ വൃത്തിയുള്ളതായി സൂക്ഷിക്കുന്ന വിഭാഗമാണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത്. കിച്ചൺ നമുക്കറിയാലോ, നമ്മൾ പേഷ്യൻസിന് മാത്രമല്ല അവിടെയുള്ള സ്റ്റാഫുകൾക്കും മറ്റുമൊക്കെ ഭക്ഷണം തയ്യാറാക്കുന്നത് അല്ലെ കിച്ചണിലാണ്. ദെൻ ലോണ്ട്രി അല്ലെ. ലോണ്ട്രി എന്താണ്? നമ്മൾ ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകള് മറ്റുള്ള വസ്ത്രങ്ങളും മറ്റുമൊക്കെ അടക്കി സൂക്ഷിക്കുന്ന വിഭാഗമാണ് അല്ലെ ലോണ്ട്രി എന്ന് പറയുന്നത്. പിന്നെ സെക്യൂരിറ്റി അറിയാലോ, ആശുപത്രിയുടെ സുരക്ഷാ വിഭാഗമാണ് അല്ലെ സെക്യൂരിറ്റി. ദെൻ വരുന്നത് മെയിന്റനൻസ് ആണ്. മെയിന്റനൻസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ആശുപത്രി കെട്ടിടങ്ങളായാലും അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായിക്കോട്ടെ, പിന്നെ ഈ പറയുന്ന പോലെ മെയിന്റനൻസ് അല്ലെ, വാഹനങ്ങളും ആശുപത്രിയുടെ എല്ലാതും അല്ലെ, ആശുപത്രിയിലെ കെട്ടിടങ്ങള്, ആശുപത്രിയില് നമ്മൾ കൊടുക്കുന്ന മറ്റ് ഫെസിലിറ്റികള്, മെഡിക്കൽ എക്യുപ്മെന്റ്സുകള് എന്നിവയുടെയൊക്കെ അറ്റകുറ്റപ്പണികളും അല്ലെ റിപ്പയറിംഗ് ഒക്കെ ചെയ്യുന്ന വിഭാഗമാണ് മെയിന്റനൻസ് വിഭാഗം. ദെൻ വരുന്നത് മോർച്ചറി ആണ്. മൃതദേഹങ്ങളൊക്കെ സൂക്ഷിക്കുന്ന വിഭാഗമാണ് മോർച്ചറി. അപ്പൊ ഇതെല്ലാം തന്നെ എന്തിലാ വരുന്നത്? ജനറൽ വിഭാഗത്തിലാണ് വരുന്നത്. പൊതുവായ സേവനങ്ങൾ കൊടുക്കുന്നതാണ് അല്ലെ. CSFT ആണെങ്കിലും ഹൗസ് കീപ്പിംഗ് ആണെങ്കിലും കിച്ചൺ, ലോണ്ട്രി, സെക്യൂരിറ്റി, മെയിന്റനൻസ്, മോർച്ചറി ഇതൊക്കെ തന്നെ ജനറൽ വിഭാഗത്തിലാണ് വരുന്നത്. അപ്പൊ ആ ഒരു കാര്യം കഴിഞ്ഞു. മൂന്നാമത്തെ സബ് ഡിവിഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് ഡയഗ്നോസ്റ്റിക്സ് ആയിരുന്നു അല്ലെ. ഡയഗ്നോസ്റ്റിക്സ് മീൻസ് എന്താണ്? രോഗനിർണയമാണ് അല്ലെ. രോഗനിർണയം നമ്മൾ ഇങ്ങനെയൊക്കെയാണ്
സാധാരണ നമ്മൾ അസുഖങ്ങൾ എങ്ങനെയൊക്കെയാണ് ഡയഗ്നൈസ് ചെയ്യുന്നത്? എങ്ങനെയൊക്കെയാണ് ഡയഗ്നൈസ് ചെയ്യാറ്? ലാബ് ടെസ്റ്റുകൾ നടത്തി ഡയഗ്നൈസ് ചെയ്യാറുണ്ട്. അതുപോലെ റേഡിയോളജി ടെസ്റ്റുകൾ, നമ്മൾ സ്കാനിങ്, എക്സ്റേ അല്ലെ, ഇതൊക്കെ നടത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? രോഗം ഡയഗ്നൈസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡയഗ്നോസ്റ്റിക്സ് വിഭാഗം, ഡയഗ്നോസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് കേട്ടാൽ അതിനകത്ത് വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ലബോറട്ടറി ആൻഡ് റേഡിയോളജി, ഇതിനാണ് ഡയഗ്നോസ്റ്റിക്സ് വിഭാഗം. കാരണം ലാബ് ടെസ്റ്റുകളിലൂടെ നമ്മൾ രോഗം ഡയഗ്നൈസ് ചെയ്യുന്നുണ്ട്. റേഡിയോളജി ടെസ്റ്റ്, എക്സ്റേ, സ്കാനിങ് എന്നിവയൊക്കെ നടത്തിയിട്ട് നമ്മൾ രോഗം ഡയഗ്നൈസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ വരുന്നത് ആരൊക്കെയാണ്? ലബോറട്ടറി, അതുപോലെ തന്നെ റേഡിയോളജി. ഓക്കെ, ദെൻ ലാസ്റ്റ് സബ് ഡിവിഷൻ എന്താണ്? ഇൻഫർമേറ്റീവ് ആണ്, വിവര സാങ്കേതിക വിഭാഗമാണ് അല്ലെ. എന്താണ്? വിവര സാങ്കേതിക വിഭാഗം എന്ന് പറയുമ്പോ അതിനകത്ത് എന്തൊക്കെയാ വരുന്നത്? മെഡിക്കൽ റിസോഴ്സസ്. മെഡിക്കൽ റിസോഴ്സസ് എന്ന് പറയുമ്പോ എന്തൊക്കെയാണ്? നമ്മുടെ ആശുപത്രിയിൽ വരുന്ന രോഗികളുടെ വിവരങ്ങള്, അവരുടെ മെഡിക്കൽ റെക്കോർഡുകളും മറ്റും കൃത്യമായിട്ട് സൂക്ഷിക്കുന്ന വിഭാഗമാണ് അല്ലെ. ആണ് മെഡിക്കൽ റിസോഴ്സസ് അല്ലെ. രോഗിയുടെ ആരോഗ്യ വിവരങ്ങളും അതുപോലെ തന്നെ അവരുടെ മെഡിക്കൽ റെക്കോർഡുകളും മറ്റും സൂക്ഷിക്കുന്നതാണ്. പിന്നെ IT ആണ് അല്ലെ. ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. നമ്മുടെ ഹോസ്പിറ്റലിലുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകള്, സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് IT വിഭാഗം അല്ലെ. ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സും മറ്റ് സോഫ്റ്റ്വെയർ സംവിധാനങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് IT എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഇത്രയുമാണ് ഇതിൽ വരുന്നത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്നത്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ 4 സബ് ഡിവിഷൻ ആണ്. തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക്സ്, ഇൻഫർമേറ്റീവ്. ഇതിൽ ഓരോന്നിനും വരുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഇനി ലാസ്റ്റ് നമ്മൾ പറഞ്ഞ മെയിൻ ഡിവിഷൻ ഏതായിരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ്, ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റില് നമുക്ക് 3ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണെന്ന് അറിയോ? ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് തന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ആശുപത്രിയിലെ ഭരണപരമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന വിഭാഗമാണ് അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഫിനാൻസ് ആണ്, സാമ്പത്തിക വിഭാഗമാണ് അല്ലെ. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ ബഡ്ജറ്റിങ്, ഹോസ്പിറ്റലിന്റെ റവന്യൂ അല്ലെ, ഹോസ്പിറ്റലിന്റെ വരുമാനവും ലാഭനഷ്ട കണക്കുകളും മറ്റ് സാമ്പത്തിക വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ് ഫിനാൻസ് വിഭാഗം. ലാസ്റ്റ് വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ് അല്ലെ, HR വിഭാഗം. HR ഫംഗ്ഷൻ എന്താന്ന് നമുക്ക് അറിയാം അല്ലെ. എന്താ ഫംഗ്ഷൻ? ആശുപത്രിയിലെ ജീവനക്കാരെ തെരഞ്ഞെടുക്കുക, നിയമിക്കുക, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക അല്ലെ, അവർക്ക് നല്ലൊരു തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക, അവരുടെ കോമ്പൻസേഷൻ, മീൻസ് അവരുടെ ശമ്പളവും മറ്റു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതൊക്കെ ഏത് വിഭാഗമാണ്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവിന് നമ്മൾ 3ആയിട്ടാണ് സബ് ഡിവൈഡ് ചെയ്തത്. അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സസ്. ഓക്കെ ആണോ? ഏകദേശം നമ്മള് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ ഏകദേശം ഇതൊക്കെയാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകൾ 3ആയിട്ട് നമ്മൾ മെയിൻ ഡിവിഷൻസ് 3 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് is again subdivided into 2, that is OPD, outpatient department, and inpatient department. Then supporting department, that is subdivided into 4. ഇതൊക്കെയാണ് therapeutic, then general, പിന്നെ എന്താണ് ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേറ്റീവ്. അത് വരുന്നത് ഓരോന്ന് എന്താണെന്ന് നോക്കിയിരിക്കാട്ടോ. Then third division എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. That is subdivided into 3, അഡ്മിനിസ്ട്രേറ്റീവ്, ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ നടത്തിയിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഇത്രയാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് കടക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അതിൽ നമ്മൾ മെയിൻ ഡിവിഷൻ അതല്ലേ പറഞ്ഞത്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ 2ആയിട്ടല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്തത്. ഏതൊക്കെയാണ്? OPD ഉണ്ട്, IPD ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കൊരു ടേബിൾ നിങ്ങൾക്ക് കാണാം. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന സേവനങ്ങൾ, ഇൻപേഷ്യന്റ് സർവീസസ്. ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന സേവനങ്ങൾ, ഔട്ട്പേഷ്യന്റ് സർവീസസ്. അങ്ങനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് നോക്കേണ്ടത് ഇൻപേഷ്യന്റ് സർവീസസ് ആണ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാലോ, അഡ്മിറ്റ് ആവശ്യമായിട്ടുള്ള രോഗികളെ ചികിത്സിക്കുന്ന വിഭാഗമാണ്. ഇവിടെ 24 hour ഒബ്സർവേഷനും മോണിറ്ററിങ്ങും ട്രീറ്റ്മെന്റും അക്കോമഡേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ,
ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിനായിട്ട് എന്തൊക്കെ സേവനങ്ങളാണ് ഒരു ആശുപത്രിയിൽ കൊടുക്കുന്നത് അല്ലെ? അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന് എന്തൊക്കെ ഫെസിലിറ്റികളാണ് കൊടുക്കുന്നത്? എന്തൊക്കെ ഫെസിലിറ്റികളാണ് കൊടുക്കുന്നത്? പേഷ്യന്റ് റൂംസ്, എന്താണ് പേഷ്യന്റ് റൂംസ് കൊടുക്കുന്നുണ്ട് അല്ലെ? അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഫെസിലിറ്റി ആണ് അല്ലെ എന്ത്? പേഷ്യന്റ് റൂംസ്. പിന്നെ പേഷ്യന്റ് വാർഡ്, ചിലർക്ക് വാർഡുകൾ കൊടുക്കും. പിന്നെ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ, ICU. ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് വെച്ചാൽ അത്രയും തീവ്ര പരിചരണം ആവശ്യമായിട്ടുള്ള രോഗികൾക്കുള്ള വിഭാഗമാണ് അല്ലെ ICU അഥവാ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. then ഓപ്പറേഷൻ തിയേറ്ററുകൾ അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററുകളിൽ സർജറിക്കായിട്ട് അല്ലെ. ഓക്കെ, ലേബർ റൂം, പ്രസവ റൂമുകള്, മെറ്റേണിറ്റി വാർഡ് അല്ലെ, പ്രസവ വാർഡുകൾ. ഇതൊക്കെയാണ് ഇൻപേഷ്യന്റ് സർവീസസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളോട് ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയില് ഇൻപേഷ്യന്റ് സേവനങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്? റൂമുകൾ കൊടുക്കുന്നുണ്ട്, വാർഡുകൾ കൊടുക്കുന്നുണ്ട്. ഏറ്റവും ഗുരുതരമായിട്ടുള്ള പേഷ്യൻസിനാണെങ്കിൽ നമ്മൾ അവർക്ക് പ്രത്യേകം 24 അവർ കെയർ കൊടുക്കുന്നത് ഇന്റൻസീവ് കെയർ യൂണിറ്റിലൂടെയാണ് അല്ലെ? അവർക്ക് കൊടുക്കുന്ന ഒരു വലിയ സേവനമല്ലേ. പിന്നെ ലേബർ റൂം അല്ലെ, മെറ്റേണിറ്റി വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ, ഇതൊക്കെ എന്താണ്? ഇൻപേഷ്യന്റ് സർവീസസ് ആണ്. അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിനായിട്ട് ഹോസ്പിറ്റലിൽ നൽകുന്ന സേവനങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വരുന്നതാണ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. ഔട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഡ്മിറ്റ് ആവശ്യമില്ലാത്ത രോഗികളാണ് അല്ലെ. ജസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞ് മരുന്ന് വാങ്ങിച്ച് തിരിച്ചു പോകുന്ന പേഷ്യൻസ്. അപ്പൊ അതിൽ വരുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ചധികം കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫസ്റ്റ് വൺ എന്താണ്? കാഷ്വാലിറ്റി അല്ലെ, അത്യാഹിത വിഭാഗം എന്ന് പറയും. നമ്മളിപ്പോ ഒരു എമർജൻസി ആയിട്ട് നമ്മൾ ഒരു രോഗിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആദ്യം എവിടേക്ക് അവരെ കൊണ്ടുപോകുന്നത്? എവിടേക്ക് കൊണ്ടുപോകുന്നത്? കാഷ്വാലിറ്റിയിലോട്ടാണ് കൊണ്ടുപോകുന്നത് അല്ലെ, അത്യാഹിത വിഭാഗം അല്ലെ. പിന്നെ കാർഡിയോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കാർഡിയോളജി ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ, ഹൃദയ ചികിത്സാ വിഭാഗമാണ് അല്ലെ. അതാണ് കാർഡിയോളജി. Then what is dermatology? ഡെർമറ്റോളജി ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്കിന്ന്. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. സ്കിന്ന് മാത്രമല്ല കേട്ടോ, സ്കിന്ന്, ഹെയർ, നെയില് കേട്ടോ. അതായത് നമ്മുടെ സ്കിൻ മാത്രമല്ല, മുടിയുണ്ട്, ത്വക്ക്, ഇതൊക്കെ അതിനകത്ത് വരുന്നത്. സോറി, ഇതും വരുന്നുണ്ട്, ഹെയറും വരുന്നുണ്ട് കേട്ടോ. സ്കിന്ന്, ഹെയർ, അതുപോലെ നെയിലിന്റെ നഖങ്ങള്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചികിത്സാ വിഭാഗമാണ് ഡെർമറ്റോളജി. ദെൻ വരുന്നത് ENT. ENT നിങ്ങൾക്ക് അറിയാലോ, ഇയർ, നോസ് ആൻഡ് ത്രോട്ട് അല്ലെ, ENT വിഭാഗം. പിന്നെ അടുത്തതാണ് ജെറിയാട്രിക്സ്. ജെറിയാട്രിക്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അറിയോ? അതായത് വയോജനങ്ങളുടെ ചികിത്സയുമായിട്ട്. അത് തന്നെ ആക്ച്വലി കറക്റ്റ് ആണ്. ഓൾഡ് ഏജ് പേഷ്യന്റ് അല്ലെ, അതായത് വയസ്സായിട്ടുള്ള വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളെയൊക്കെ ചികിത്സിക്കുന്ന വിഭാഗമാണ് ജെറിയാട്രിക്സ്. വയോജന ചികിത്സാ വിഭാഗമാണിത് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അമ്പത് പരം സ്ട്രോക്ക് അതുപോലെയുള്ള കേസുകളൊക്കെ അവിടെ പരിശോധിക്കുന്നുണ്ട്. അടുത്തതാണ് ഗ്യാസ്ട്രോ എൻട്രോളജി. ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ആമാശയം, അതുപോലെ വയറ് അല്ലെ, അതുമായിട്ട് സ്റ്റൊമക്ക് അല്ലെ, സ്റ്റൊമക്ക്, അതുപോലെ നമ്മുടെ എന്താ പറയാ വയറ് അല്ലെ, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചികിത്സാ വിഭാഗമാണ് ഗ്യാസ്ട്രോ എൻട്രോളജി. ലിവർ അതല്ല കേട്ടോ, ലിവർ കരളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അത് പ്രത്യേക വിഭാഗമാണ്. ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ ആമാശയം, കുടല്, അതായത് നമ്മുടെ ആമാശയം വയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഭാഗമാണ് ഗ്യാസ്ട്രോ എൻട്രോളജി. പിന്നെ വരുന്നത് ജനറൽ സർജറി ആണ്. പിന്നെ ഹെമറ്റോളജി, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹെമറ്റോളജി. ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ് അല്ലെ, അതെ, ബ്ലഡും ബ്ലഡ് ഡിസോർഡേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചികിത്സാ വിഭാഗമാണ് ഹെമറ്റോളജി. ദെൻ വരുന്നത് ഒബ്സ്ട്രക്റ്റിക്സ്. എന്താണ് ഒബ്സ്ട്രക്റ്റിക്സ്? ഒബ്സ്ട്രക്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രസവ ചികിത്സാ വിഭാഗമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഗൈനക്കോളജി തന്നെയാണ്. നമ്മൾ ഗൈനക്കോളജിയും ഒബ്സ്ട്രക്റ്റിക്സും തമ്മിൽ നേരിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, രണ്ട് കണക്റ്റഡ് ആണ്. ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ എന്താണ്? this issues that is related to the female reproductive system. ഒരു ഫീമെയിലിന്റെ പ്രത്യുൽപാദന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഏത് പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഗൈനക്കോളജിയിലാണ്. പ്രഗ്നൻസി മാത്രമല്ല, അത് മാത്രമല്ല, റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇഷ്യൂസുകളും ഹാൻഡിൽ ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന ഗൈനക്കോളജി വിഭാഗത്തിലാണ്. ഒബ്സ്ട്രക്റ്റിക്സ് എന്ന് പറയുമ്പോൾ പ്രസവ വാർഡുകൾ, പ്രസവ ചികിത്സകളാണ്. അതായത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പരിചരണം കൊടുക്കുന്ന വിഭാഗമാണ്
ഒബ്സ്ട്രക്റ്റിസ്. ക്ലിയർ? മനസ്സിലായോ? ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുമ്പോൾ അമ്മയ്ക്കും പ്രസവ വിഭാഗം തന്നെയാണ്. അവിടെ അമ്മയ്ക്ക് മാത്രമല്ല കുഞ്ഞിനും ഒരുപോലെ ചികിത്സ നൽകുന്ന വിഭാഗമാണ് ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുന്നത്. ദെൻ പീഡിയാട്രിക്സ് അറിയാലോ, കുട്ടികളുടെ ചികിത്സാ വിഭാഗമാണ് പീഡിയാട്രിക്സ്. ദെൻ ന്യൂറോളജി. ന്യൂറോളജി എന്താണ്? നാഡീ സംബന്ധമായിട്ടുള്ളത് അല്ലെ, ന്യൂറോ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസുകളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓങ്കോളജി. ഓങ്കോളജി എന്താണ്? ക്യാൻസർ അല്ലെ, ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സാ വിഭാഗമാണ് ഓങ്കോളജി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഒപ്താൽമോളജി. ഒപ്താൽമോളജി എന്താണ്? നേത്രരോഗ ചികിത്സാ വിഭാഗമാണ് അല്ലെ. ഓക്കെ, ഇനി ഇതിൽ പറയാതെ ഇനിയുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പൾമണോളജി നമ്മൾ പറഞ്ഞിട്ടില്ല അതിനകത്ത്, പക്ഷെ ടെക്സ്റ്റിൽ വരുന്നുണ്ട് കേട്ടോ. പൾമണോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അറിയോ? ലെൻസ് ആണ് കേട്ടോ. എന്താണ് ലെൻസ്? ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ നെഫ്രോളജി ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെഫ്രോളജി ഇതുമായിട്ട് ബന്ധപ്പെട്ടത് കിഡ്നിയാണ്. ഓക്കെ, കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട ഇനിയുണ്ട്, ഒത്തിരി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. നമുക്ക് എന്തായാലും ഈ ചാപ്റ്ററിനകത്ത് 24 മെഡിക്കൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളാണ് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയത്. ഓക്കെ ആണോ? അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് പറയാം ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം അഡ്മിറ്റ് ആവശ്യമില്ലാത്ത രോഗികളാണ് അല്ലെ. അപ്പൊ എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ പറയുന്നത്? നോക്കിയേ, ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് പീപ്പിൾ കം ടു ദ ഹോസ്പിറ്റൽ ഓൺലി ഫോർ കൺസൾട്ടേഷൻ നോട്ട് അഡ്മിഷൻ. ശരിയാണ് അല്ലെ. നമ്മൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് വന്ന് ജസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മരുന്ന് വാങ്ങിച്ചു പോകുന്ന രോഗികൾക്കുള്ള വിഭാഗമാണ് അല്ലെ. അവിടെ രോഗികള് വരുന്നത് എന്തിനു വേണ്ടി മാത്രമാണ്? ഓൺലി ഫോർ എ കൺസൾട്ടേഷൻ, ജസ്റ്റ് കൺസൾട്ടേഷന് വേണ്ടി മാത്രമാണ് രോഗികൾ വരുന്നത് അല്ലെ. എന്തിനല്ല? നോട്ട് അഡ്മിഷൻ. അഡ്മിഷന് വേണ്ടി വരുന്നതാണോ? അവിടെ കിടന്ന് ചികിത്സിക്കാനോ അഡ്മിറ്റ് ആവാനാണോ? അല്ല, ഓൺലി ഫോർ എന്താണ്? കൺസൾട്ടേഷന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഇവിടെ എങ്ങനെയാ? The patient seek medical advice from a medication for them to take for a certain period of time അല്ലെ. അങ്ങനെ രോഗികൾ എന്ത് ചെയ്യും? ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് അവര് മരുന്നുകൾ വാങ്ങാണ് അല്ലെ. മരുന്നുകൾ വാങ്ങുകയും നിശ്ചിത സമയത്തേക്കുള്ള മരുന്നുകൾ അവര് വാങ്ങുകയും മടക്കി പോവുകയും ചെയ്യാണ് ചെയ്തത് അല്ലെ. ഓക്കെ, പേഷ്യൻസ് ആർ ദെൻ ആസ്ക്ഡ് ടു കം ബാക്ക് ഫോർ എ ഫോളോ അപ്പ് അല്ലെ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പേഷ്യന്റിനോട് അവര് തിരിച്ചൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ വരാനായിട്ട് ഡോക്ടർമാർ ആവശ്യപ്പെടാറുണ്ട്. നമ്മൾ ഒരു പനിയൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാ? നമ്മൾ പോയിട്ട് ഫിസിഷ്യനെ
ഓക്കെ, ഇന്ന് കട്ടായി പോകുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഡിസ്റ്റർബൻസ് ആയില്ലേ. അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ പറഞ്ഞു ഇവിടെ പേഷ്യൻസ് ഡോക്ടറെ ജസ്റ്റ് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വരുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് രോഗികൾക്ക് ഒരു നിശ്ചിത സമയത്തേക്ക് മരുന്നുകൾ കൊടുക്കും. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരോട് ഒരു ഫോളോ അപ്പിന് വേണ്ടിയിട്ട് വരാൻ ആവശ്യപ്പെടും. നമ്മളൊക്കെ അങ്ങനെയല്ലേ, ഒരു പനിയൊക്കെ വന്നാൽ നമ്മളൊരു ഫിസിഷ്യനെ പോയി കാണുമ്പോൾ ഡോക്ടർ ആദ്യം നമുക്ക് കുറച്ച് മരുന്നൊക്കെ തരൂല, എന്നിട്ട് പറയൊരു പൊതുവെ ഒരു 3 ദിവസമൊക്കെയാണ് ഡോക്ടർ പറയുക അല്ലെ. ആ 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കുറഞ്ഞില്ലെങ്കിൽ വന്ന് കാണാനൊക്കെ ഡോക്ടർ നിങ്ങളോട് പറയാറുണ്ട് അല്ലെ. അതെന്നെ ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോ the patient's treatment within the boundaries of the hospital lasts only a day അല്ലെ. ഒരു കിടത്തി ചികിത്സ ആവശ്യം വരുന്നില്ല അല്ലെ. ആ ഒരു ഹോസ്പിറ്റലില് ആ ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ദിവസത്തേക്ക് മാത്രം, ഒരു ദിവസത്തിന് ഒരു നിശ്ചിത സമയം വരെ മാത്രമാണ് നമ്മൾ അവർക്ക് അവിടെ എന്ത് കൊടുക്കുന്നത്, ചികിത്സ കൊടുക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റൺസ് ഫോർ എ സ്പെസിഫിക് ടൈം ഡ്യൂറിംഗ് ദ ഡേ അല്ലെ. അതെ, അതായത് ഒരു ഡേയില് ഒരു പകൽ സമയത്ത് ഒരു നിശ്ചിത സമയം വരെ മാത്രമാണ് നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് അല്ലെ. ഫുൾ ടൈം പ്രവർത്തിക്കുന്നുണ്ടോ ഒ പി? ഇല്ല അല്ലെ. അതായത് ഒരു ദിവസത്തിൽ കുറച്ച് സമയം വരെ മാത്രമാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, നിശ്ചിത സമയം വരെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആർ യൂഷ്വലി അപ്പോയിന്റഡ് ടു ഹാൻഡിൽ ദ OPD അല്ലെ. കൺസൾട്ടേഷൻ ഡോക്ടർമാർ എന്ന് പറയുമ്പോൾ സീനിയർ, അതായത് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അവരാണ് ഈ ഒരു OPD ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതൊന്നും പഠിക്കാൻ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് എത്ര ഓർത്തുവയ്ക്കാൻ ഒത്തിരി ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കാൻ. അവിടെ എന്താണ്, രോഗികള് ജസ്റ്റ് ഓൺലി കമ്മിങ് ടു ദ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഓൺലി ഫോർ ദ കൺസൾട്ടേഷൻ, നോട്ട് ഫോർ ദ അഡ്മിഷൻ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഡേയിൽ ഒരു നിശ്ചിത സമയം വരെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അവിടെ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്? കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആണ് കേട്ടോ. എന്താണ് അനുശ്രീ പറഞ്ഞത്? എന്താണ്? അണ്ടർലൈൻ ചെയ്യാനുള്ളത് അല്ലെ. അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് പീപ്പിൾ കം ടു ദ ഹോസ്പിറ്റൽ ഓൺലി ഫോർ എ കൺസൾട്ടേഷൻ ആൻഡ് നോട്ട് അഡ്മിഷൻ. ഓക്കെ, അതുപോലെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത മറ്റൊരു പോയിന്റ് ഇതാണ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റൺസ് ഫോർ എ സ്പെസിഫിക് ടൈം ഡ്യൂറിംഗ് ദ ഡേ. ഒരു ഡേയില് ഒരു നിശ്ചിത സമയം വരെ മാത്രം പ്രവർത്തിക്കുന്ന വിഭാഗം ഇതാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, പിന്നെന്താണ് അണ്ടർലൈൻ ചെയ്തത്? കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആർ യൂഷ്വലി അപ്പോയിന്റഡ് ടു ഹാൻഡിൽ ദ OPD. OPD കൈകാര്യം ചെയ്യുന്നത് പൊതുവെ ആരെന്നറിയോ? കൺസൾട്ടേഷൻ ഡോക്ടർമാരാണ് കേട്ടോ. അതായത് സീനിയർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാരാണ് ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഔട്ട് പേഷ്യന്റ് സർവീസിൽ വരുന്ന ഒരു വിഭാഗമാണ് കാഷ്വാലിറ്റി അഥവാ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. കാഷ്വാലിറ്റി അഥവാ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അത്യാഹിത വിഭാഗം എന്ന് പറയുന്നത്. എന്താണ് സെക്കൻഡ് ഒന്നുകൂടി പറയൂ. ഏത് സെക്കൻഡ് ആണ്? അണ്ടർലൈൻ ചെയ്യേണ്ടതാണോ? കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആർ യൂഷ്വലി അപ്പോയിന്റഡ് ടു ഹാൻഡിൽ OPD. കൺസൾട്ടേഷൻ ഡോക്ടർമാർ കേട്ടോ, അതായത് സീനിയർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാർ കേട്ടോ. ഓക്കെ, അവരാണ് നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഒരു നിശ്ചിത സമയം വരെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് അല്ലെ. അതെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. പൊതുവെയൊക്കെ രാവിലെ തൊട്ട് ഒരു ഉച്ച വരെയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെ. ഉച്ചയ്ക്ക് ശേഷം പൊതുവെ ഉണ്ടാവില്ല. രാവിലെ വന്ന പേഷ്യൻസ് ആണെങ്കിലൊക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്ത് വിടും, അത്രേ ഉള്ളൂ അല്ലെ. പൊതുവെ അങ്ങനെയാണ്. ഒരു മോർണിംഗ് തൊട്ട് ആ ഒരു ഉച്ച വരെയുള്ള സമയത്തൊക്കെയാണ് പൊതുവെ ഉണ്ടാകാറുള്ളത്. ഹോസ്പിറ്റലിൽ അങ്ങനെയാണ് അല്ലെ. ഓക്കെ, OP വിഭാഗം മാത്രമേ ഇതുവരെ പ്രവർത്തിക്കുള്ളൂ അല്ലെ. കാരണം കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആണ്. ഇവരിവിടെ മാത്രം അതിലെ കൺസൾട്ട് ചെയ്യുന്ന മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ മറ്റേതെങ്കിലും സമയത്തൊക്കെ ഒരു കൺസൾട്ടേഷൻ നടത്തുന്നുണ്ടാവും.
അപ്പൊ അവരുടെ കൂടെ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ അവിടുത്തെ ആ ഒരു ടൈം ക്രമീകരണം അങ്ങനെയുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴുള്ള ആൾക്കാരായിരുന്നു നമുക്കത് അറിയാവുന്ന കാര്യമുണ്ട്. ഇനി കാഷ്വാലിറ്റിനെ പറയുന്ന മറ്റൊരു പേരാണെന്ത്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അത്യാഹിത വിഭാഗം എന്നും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നും പറയുന്നു. നമുക്കറിയാലോ എന്ത് എമർജൻസി കേസും ഒരു ഹോസ്പിറ്റലിലോട്ട് ആദ്യം ഇവിടേക്ക് എത്തിക്കാം, കാഷ്വാലിറ്റിയിലോട്ടാണ് എത്തിക്കുന്നത് അല്ലെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അപ്പൊ നോക്കൂ, the department also knows that the accident and emergency department handles the problem of patients who have brought by an ambulance in an emergency situation. അറിയാലോ, എമർജൻസിയിലൊക്കെ ആംബുലൻസിലും മറ്റുമൊക്കെ കൊണ്ടുവരുന്ന, അത്രയും എമർജൻസിയിൽ കൊണ്ടുവരുന്ന രോഗികളെ ചികിത്സിക്കുന്ന വിഭാഗമാണ് കാഷ്വാലിറ്റി അഥവാ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത എന്താണ്? This department works around the clock and is equipped to deal with all types of emergencies. അതൊന്നും ചെയ്യാട്ടോ. ആദ്യത്തെ അണ്ടർലൈൻ ചെയ്യുന്നോട്ടോ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. കാഷ്വാലിറ്റി മാത്രമല്ല, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നത് അറിയപ്പെടുന്നുണ്ട്. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. നമ്മൾ ഇവിടെ പഠിക്കുന്ന എല്ലാ ഒട്ടുമിക്ക ഡിപ്പാർട്ട്മെന്റുകളും നിങ്ങൾ പ്രത്യേകം ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ജനറൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വർക്ക്സ് അറൗണ്ട് ദ ക്ലോക്ക്, 24 അവർ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. മാത്രമല്ല ഏത് എമർജൻസി സിറ്റുവേഷൻസിനെ കൈകാര്യം ചെയ്യാൻ എന്താണ് എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്. എമർജൻസി ആണ്, എപ്പോ വേണമെങ്കിലും ഏത് സമയത്തും വന്ന് കയറാം. 24/7 അത് തന്നെ എപ്പോ വേണമെങ്കിലും പറയാനോ, അത് രാത്രിയെന്നോ പകലെന്നൊന്നും വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഏത് തരത്തിലുള്ള എമർജൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവിടെ എക്യുപ്ഡ് ആണ്. ഓക്കെ, എന്താണ്? The patients are assessed according to the degree of injury or emergency and then given immediate treatment before being sent to a specialized department for the further treatment. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാ പേഷ്യൻസിനെ അസസ് ചെയ്യുന്നത്? അത് അക്കോർഡിംഗ് ടു ദ ഡിഗ്രി ഓഫ് ഇഞ്ചുറി ഓർ എമർജൻസി അല്ലെ. ആ രോഗിയുടെ എമർജൻസിക്ക് അനുസരിച്ച്, അവരുടെ പരിക്ക് അല്ലെങ്കിൽ അവരുടെ എമർജൻസിക്ക് അനുസരിച്ച് കൊണ്ടാണ് നമ്മളിവിടെ പേഷ്യൻസിനെ അസസ് ചെയ്യുന്നത് അല്ലെ. പേഷ്യൻസിനെ നമ്മൾ വിലയിരുത്തുന്നത്. അതിനുശേഷം നമ്മൾ അവരെ എന്ത് ചെയ്യും? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കും അല്ലെ. പെട്ടെന്നൊരു ട്രീറ്റ്മെന്റ് അവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ രോഗിയുടെ ആ ഒരു എമർജൻസിക്ക് അനുസരിച്ചിട്ടുള്ള ആ ഒരു ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കുന്നു. എന്നിട്ട് അവരുടെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമാണ് അവരെ എങ്ങോട്ടേക്ക് വിടുന്നത്? സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലോട്ട് വിടുന്നത് അല്ലെ. എന്താണ്? സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ഫോർ ഫർദർ ട്രീറ്റ്മെന്റ്. നെഞ്ചുവേദനയായിട്ട് ഒരാളെ കൊണ്ടുവരികയാണ്, ആദ്യം നേരെ കൊണ്ടുവരുന്നത് കാഷ്വാലിറ്റിയിലോട്ടായിരിക്കും. നെഞ്ചുവേദന പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം അല്ലെ. ചിലപ്പോ ഗ്യാസ് മൂലം ഉണ്ടാവാം, ചിലപ്പോൾ ഹാർട്ടിന്റെ ബ്ലോക്ക് മൂലം ഒക്കെ വേണമെങ്കിൽ നെഞ്ചുവേദന അനുഭവപ്പെടാം. അപ്പൊ എന്താണെങ്കിലും എമർജൻസിയിൽ കൊണ്ടുവരുന്ന പേഷ്യന്റിന് ആദ്യം കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്ന ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആദ്യം കൊടുക്കും അല്ലെ. ജസ്റ്റ് അവരുടെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആക്കിയിട്ടാണ് പിന്നീട് അവരെ കാർഡിയോളജി ആണെങ്കിൽ കാർഡിയോളജിയിലോട്ട് എന്ത് ചെയ്യും? അവരെ ട്രാൻസ്ഫർ ചെയ്യും. പൾമണോളജി ആണെങ്കിൽ പൾമണോളജിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോഴും എന്താണ്? ഒരു രോഗിയുടെ ഗുരുതരാവസ്ഥയ്ക്ക് അനുസരിച്ച്, മീൻസ് അവരുടെ എമർജൻസിക്ക് അനുസരിച്ച് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് നൽകിയതിനു ശേഷമാണ് അവരെ നമ്മളൊരു സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലോട്ട് മാറ്റുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇതൊക്കെയാണ്. കാഷ്വാലിറ്റിന് അറിയപ്പെടുന്ന മറ്റു പേര് എന്താണ്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകത എന്താണ്? ഇതൊരു ദിവസത്തിൽ ഒരു നിശ്ചിത സമയം വരെ പ്രവർത്തിക്കുന്നതാണോ? അല്ല. പിന്നെയോ 24 അവർ പ്രവർത്തിക്കുന്ന അല്ലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡെയിലി നിശ്ചിത സമയം വരെ മാത്രമേ പ്രവർത്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് എന്നും മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, അറിയാവുന്നതാണ് അല്ലെ. ഇത്ര സിമ്പിൾ ആണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അടുത്തത് എന്താണ്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഇതാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. എല്ലാവർക്കും അറിയാം, ഹൃദയ സംബന്ധമായിട്ടുള്ള ഹൃദയ ചികിത്സാ വിഭാഗമാണ് അല്ലെ. ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങള്, ഡിസോർഡേഴ്സുകളൊക്കെ ചികിത്സിക്കുന്ന വിഭാഗത്തിന് നമുക്ക് എന്ത് പറയാം? കാർഡിയോളജി. ഓക്കെ, അപ്പൊ നോക്കൂ, the department as the name ആണ് കേട്ടോ. As the name indicates, deals with the problems of the human heart or circulation അല്ലെ. അതെ, നമ്മുടെ
സർക്കുലേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ആളുകളാണ് എന്ത്, നമ്മുടെ ഹാർട്ട്, ബ്ലഡ് വെസൽസ് അല്ലെ. അതെ, ഹാർട്ട്, ബ്ലഡ് വെസൽസ് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത്, നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെ. അതെ, ഹാർട്ടും സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിനാണ്. ഇനി എന്താണ് കാർഡിയോളജി എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഡെഫിനേഷൻ ആയിട്ട് പറയാവുന്നതാണ്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക. കാർഡിയോളജി ഇസ് ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് the diagnosis and treatment of diseases and disorders of the heart. കേട്ടോ, അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുടെ രോഗനിർണയം, ചികിത്സ, അതെ, ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന മെഡിക്കൽ സ്പെഷ്യാലിറ്റി വിഭാഗത്തിന് എന്ത് പറയാം, കാർഡിയോളജി എന്ന് പറയാം. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ഇറ്റ് ട്രീറ്റ്സ് പീപ്പിൾ ബോത്ത് ഓൺ എൻ ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ബേസിസ് അല്ലെ. ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിലും ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലും ഇവിടെ രോഗികളെ ചികിത്സിക്കുന്നുണ്ട്. അതെന്താ അവിടെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ നമുക്കറിയാം, കിടത്തി ചികിത്സിക്കേണ്ട ഹൃദയ ചികിത്സ ആവശ്യമായിട്ടുള്ള രോഗികളാണ് അവർക്ക് നമ്മൾ ആ രീതിയിൽ സേവനം കൊടുക്കും. ഇനി അല്ലാത്ത സേവനം ഔട്ട് പേഷ്യന്റ് സർവീസും കൊടുക്കുന്നുണ്ട് അല്ലെ, കൺസൾട്ടേഷൻ സേവനങ്ങളും കൊടുക്കുന്നുണ്ട്. രണ്ട് രീതിയിലുള്ള സർവീസുകളും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി the biggest area of heart disease treated is coronary artery disease. Underline ചെയ്യാട്ടോ. The biggest area of heart disease treated is coronary artery disease. അഥവാ നമുക്ക് CAD എന്ന് സൂചിപ്പിക്കാം കേട്ടോ. അതാണ് CAD, CAD, CAD എന്ന് പറയൂ കേട്ടോ. Okay, CAD means എന്താണ്, കൊറോണറി ആർട്ടറി ഡിസീസ് എന്നാണ് കേട്ടോ. കൊറോണറി ആർട്ടറി ഡിസീസ് എന്നാണ്. കുഴപ്പമില്ല, മെസ്സേജ് കണ്ടിരുന്നു കേട്ടോ. അപ്പോ ക്ലാസ്സിൽ മനസ്സിലാവുന്നില്ല, ഞാൻ പറഞ്ഞേ, കാർഡിയോളജി ഇസ് ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി that deals with the diagnosis and treatment of diseases and disorders of the heart. അതാണ് അണ്ടർലൈൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ പറയുന്നത് നമ്മുടെ ഹൃദയ ചികിത്സയുടെ ഏറ്റവും വലിയൊരു വിഭാഗമായിട്ട് നമ്മൾ പറയുന്നത് CAD ആണ് കേട്ടോ. CAD എന്ന് പറഞ്ഞാല് അതിന്റെ ഫുൾ ഫോം ഇതാണ്, കൊറോണറി ആർട്ടറി ഡിസീസ് എന്നാണ് കേട്ടോ. കൊറോണറി ആർട്ടറി ഡിസീസ്. ഓക്കെ, എന്താണ് ഈ കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞ ആർട്ടറി ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ശരിക്കും നമ്മള് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന സെയിം കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നമുക്ക് കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടാകുന്നത് കേട്ടോ. ഓക്കെ, അത് അവിടെ വരെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാം. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലാസ്സിന്റെ ഒരു അരമണിക്കൂറോളം ഓൾമോസ്റ്റ് നമ്മുടെ പോയി, നെറ്റ് പോയി, പിന്നെ നെറ്റ് ഒന്ന് ഷട്ട് ഡൗൺ ആയി സിസ്റ്റം. അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മുടെ സമയം കുറച്ച് നഷ്ടപ്പെട്ടു. ഒരു അരമണിക്കൂറിന്റെ ക്ലാസ് തന്നെ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. പിന്നെ നമ്മൾ പഠിച്ചത് ഡിപ്പാർട്ട്മെന്റുകൾ 3 ഡിവൈഡ് ചെയ്തതും അതിന്റെ സബ് ഡിവിഷൻസ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. പിന്നെ ഇൻപേഷ്യന്റ് സർവീസ് ആയിട്ട് നമ്മൾ ആദ്യം തുടങ്ങിയത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിൽ ഇൻപേഷ്യന്റ് സർവീസിൽ വരുന്നത് എന്തൊക്കെയാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇൻപേഷ്യന്റ് സേവനങ്ങളിൽ വരുന്നത് എന്തൊക്കെയാണ്, ഔട്ട് പേഷ്യന്റ് സർവീസിൽ വരുന്നത് എന്തൊക്കെയാണ്. Then what is outpatient department, then what is emergency department അഥവാ കാഷ്വാലിറ്റി, then നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഇത്രയും ഭാഗങ്ങള് നല്ലപോലെ വായിക്കാം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇങ്ങനെ സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡൗട്ട്സ് ഒന്നുമില്ല, ക്ലിയർ ആണ്. നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് കാണാം. മിസ് കിഡ്നിയുടെ എന്തായിരുന്നു?